കിട്ടിയിട്ടുള്ളൂ. ഇന്നിപ്പോ ഒരു ഉദ്ഘാടന ദിവസമൊക്കെ ആയതുകൊണ്ട് പല ആളുകളും നാട്ടിലായതുകൊണ്ടും പലർക്കും വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് തുടങ്ങി വെക്കൽ മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഈ വർഷത്തെ നമ്മുടെ ക്ലാസിന്റെ ഒരു രീതി ചില ആളുകളുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ ക്ലാസ്, കഴിഞ്ഞ വർഷം നമ്മൾ സൂറത്ത് മറിയം ആണ് എടുത്തിരുന്നത്. ഈ വർഷം നമ്മൾ സൂറത്തുൽ കഹ്ഫാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, വെള്ളിയാഴ്ച ദിവസം എല്ലാവരും പാരായണം ചെയ്യുന്ന, നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. മാത്രമല്ല, സൂറത്തുൽ കഹ്ഫിൽ വളരെ അത്ഭുതകരമായ സംഭവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ സൂറത്തുൽ കഹ്ഫാണ് ഈ വർഷം നമ്മുടെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ചില ആളുകളുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലാസ് കൊണ്ട് തീരില്ല. ആ വിഷയം തീർന്നതിന്റെ ശേഷമാണ് സൂറത്തുൽ കഹ്ഫ് തുടങ്ങുക എന്നർത്ഥം. ഇൻഷാ അല്ലാഹ്. മയ്യിത്ത് പരിപാലനം എല്ലാവർക്കും നിർബന്ധമായ ഒരു സംഗതിയാണ്, അല്ലെ? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ചെയ്യേണ്ട ഒരു റോളാണ് സത്യത്തിൽ മയ്യിത്ത് ജനാസ പരിപാലനം എന്ന് പറഞ്ഞത്. പക്ഷേ പല ആളുകളും ആ വിഷയത്തിൽ പരാജിതരാണ്. വീട്ടിൽ പൊടുന്നനെ ഒരു മരണം സംഭവിക്കുമ്പോഴാണ് പലരും ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരുന്നു എന്ന് ചിന്തിക്കാറുള്ളത്. അതുവരെ ഈ വിഷയം പഠിക്കാനും ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് കേൾക്കാനും ഒക്കെ അവസരം കിട്ടിയാലും അതിൽ വലിയ പരിഗണന കൊടുക്കില്ല. എന്നിട്ട് വീട്ടിലുള്ള ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടാൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പല നാടുകളിലും ഉള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, ആ നാട്ടിൽ ഒന്നോ രണ്ടോ ആളുകളുണ്ടാവും. മരണ വീട്ടിലുള്ള കൈകാര്യങ്ങളൊക്കെ അവർക്കായിരിക്കും. പലപ്പോഴും അടുത്ത ബന്ധുക്കളും കുടുംബങ്ങളും മാറി നിൽക്കും. ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യക്ക് ചെയ്യാൻ കഴിയണം, പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം. ഭാര്യ മരണപ്പെട്ടാൽ മറ്റൊരാളെ വിളിച്ച് കാത്തിരിക്കുന്നതിന്റെ മുമ്പ് ഭർത്താവ് അടിയന്തിരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അവിടെ എന്തൊക്കെ ചെയ്യണം. പല വീടുകളിലും, മരണ വീടുകളിലും നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. എന്താ? ആ കുടുംബത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെ വ്യസനത്തോടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമൊക്കെയായി മാറി ഉൾവലിഞ്ഞു നിൽക്കും. കാരണം ഞാനിപ്പോ അവിടെ എന്ത് ചെയ്യാനാന്നുള്ളടത്താണ് ഉള്ളത്. സത്യത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ബാധ്യതപ്പെട്ട അവനായിരിക്കും. അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മയ്യത്ത് നിസ്കാരം പോലും അറിയാത്ത മക്കളുള്ള നിർഭാഗ്യവാന്മാരായ രക്ഷിതാക്കളുണ്ട്. അല്ലാഹു തആല കാക്കട്ടെ. എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്ന് പോലും അറിയാത്തവർ. അപ്പോ അതേപോലെ മയ്യത്ത് കഫൻ ചെയ്യുന്ന രൂപം, അതേപോലെ മറവ് ചെയ്യുന്നത് വരെയുള്ള വിഷയം, മയ്യത്ത് ജനാസ പരിപാലനവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ് ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില സുഹൃത്തുക്കളൊക്കെ
അതൊന്ന് ആ രീതിയിൽ ഒരു ക്ലാസ് ആവശ്യമുണ്ട് എന്നറിയിച്ചിരുന്നു. പലരും നാട്ടിലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ തുടക്കം അങ്ങനെയായിരിക്കും. അപ്പോ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. ജനാസ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. രോഗസന്ദർശനം മുതൽ നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം, അല്ലേ? മരണത്തിന്റെ മുന്നൊരുക്കുന്ന സംഗതി, മരണത്തിനൊരു മുന്നൊരുക്കൊന്നുമില്ല, അത് വേറൊരു വിഷയം. എന്നാലും സാങ്കല്പികമായ ഒരു മുന്നൊരുക്കണ്ടല്ലോ ഒരു രോഗം, അല്ലേ? അവിടെ മുതൽ രോഗിയെ സന്ദർശിക്കുന്നത് മുതൽ നമ്മുടെ മുമ്പിൽ ഒരു രോഗി എത്തിപ്പെട്ടാൽ അവിടെ എന്തൊക്കെ ചെയ്യണം, മരണക്കിടക്കയിൽ കിടക്കുന്ന ആളാണെങ്കിൽ, സക്കറാത്തിൽ കിടക്കുന്ന ആളാണെങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ ക്ലാസ്സിൽ അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി ഈ ക്ലാസ് അവതരിപ്പിക്കാനും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി ഇത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ജീവിതം ധന്യമാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ സുന്നി സെന്ററിന്റെ പ്രസിഡന്റും എല്ലാമായ ആത്മീയമായി നമുക്ക് വലിയ കരുത്താണ് ബഹുമാനപ്പെട്ട കോയമ്മത്തങ്ങൾ. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പല രോഗങ്ങളെ കൊണ്ടും മഹാനവറുകൾ വലിയ വിഷമത്തിലാണ്. പക്ഷെ ഏത് രോഗമാണെങ്കിലും ഏത് ക്ഷീണമാണെങ്കിലും എത്ര ചെറിയ പരിപാടിക്ക് പോലും തങ്ങൾ പങ്കെടുക്കാൻ മടി കാണിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യാറില്ല. പലപ്പോഴും യുവാക്കളെക്കാൾ ആവേശത്തോടു കൂടി മഹാനവറുകൾ പല പരിപാടിയിലും പങ്കെടുക്കുന്നത് കണ്ട് ഞാൻ പോലും പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അത് നമുക്ക് പോലും അത്ര ആവേശം ഉണ്ടാവില്ല പലപ്പോഴും. എന്നാലും അത്ര ആവേശത്തോടു കൂടെ എല്ലായിടത്തും വരാനുള്ള അദ്ദേഹത്തിന്റെ ആ മാനസികാവസ്ഥ, അതൊരു ശരിക്കൊരു നേതാവിനുണ്ടാവേണ്ട ഗുണമാണ്. അല്ലാഹു തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. മഹാനവറുകളുടെ നീണ്ട ദുആഓട് കൂടിയാണ് ഈ വർഷത്തെ നമ്മുടെ ക്ലാസിന്റെ തുടക്കം. അതിന്റെ ഒരു വിജയവും ബറക്കത്തും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ തീർച്ചയായും ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ഞാനൊരു ബറക്കത്തിന് വേണ്ടി തുടങ്ങുക എന്നുള്ള നിലക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തൽക്കാലം നമുക്ക് ദുആ ചെയ്ത് പിരിയാം. റമളാൻ ഷരീഫ് കഴിഞ്ഞ് ആത്മീയമായ ചൈതന്യമൊക്കെ പലരും ചോർന്നു പോകാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അത്. റമളാൻ സ്പെഷ്യൽ പാർട്ടിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ മുസ്ലിമീങ്ങൾ ആത്മീയമായി കരുത്താർജിക്കുന്ന ഒരു സമയമാണ്. റമളാനിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വിഭിന്നമായി പലരും വിത്ർ പതിവാക്കിയവർ, അല്ലെ? റമളാനിലെ വിത്രോടുകൂടെ പിന്നെ വിത്ർ പതിവാക്കി ജീവിതത്തിൽ പതിവാക്കിയ ആളുകളുണ്ടാവും. സുന്നത്ത് നിസ്കാരങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയ ആളുകളുണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ അത് പതിവാക്കിയേ പറ്റൂ. പിശാച് നമ്മെ വഴിതെറ്റിക്കാനും എങ്ങനെയെങ്കിലും പഴയ ആ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകാനും കഠിനമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ ശർറിൽ നിന്ന് കാവലിനെ തേടാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ. സൂറത്തുൻ നാസ് നമ്മൾ സാധാരണ ഓർന്ന ചെറിയ സൂറത്തിലെ ശൈത്താന്റെ ശർറിൽ നിന്ന് കാവലിനെ തേടാനുള്ള സൂറത്താണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു.
ജനങ്ങളുടെ ഇലാഹിനോട് ഞാൻ കാവലിനെ തേടുന്നു. വസ്വാസുൽ ഖന്നാസിൽ നിന്ന് കാവലിനെ തേടുന്നു. പല അഭിപ്രായങ്ങളും മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വസ്വാസ് ഒരു ശൈത്താനാണ്, ഖന്നാസ് വേറൊരു ശൈത്താനാണ്. അല്ലെങ്കിൽ ഖന്നാസ് എന്ന് പറയുന്ന ശൈത്താനിന്റെ വസ്വാസ്. ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങളും ഈ ആയത്തിന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ശൈത്താന്റെ പ്രത്യേകത? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ജനങ്ങളുടെ ഹൃദയത്തിലാണ് അവന്റെ പണി. ജനങ്ങളുടെ ഹൃദയത്തിൽ അവൻ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് മനുഷ്യന്മാരുണ്ട്. അതാണ് മിനൽ ജിന്നത്തി വന്നാസ്. ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചുക്കൾ, ശൈത്വാന്മാർ. മിനൽ ജിന്നത്തി വന്നാസ്. ജിന്ന് പിശാചുക്കളിൽ തൊട്ടും മനുഷ്യ പിശാചുക്കളെ തൊട്ടും. ജിന്നുകളും മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കും, മനുഷ്യരും വസ്വാസ് ഉണ്ടാക്കും. ശൈത്താന്മാർ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും ജിന്ന് ശൈത്താന്മാരെക്കാൾ കൂടുതൽ മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുക മനുഷ്യ ശൈത്താന്മാരാണ്. അവർക്കാണ് അതിന് കൂടുതൽ സാധിക്കുക. അല്ലെങ്കിലും മനുഷ്യ ശൈത്താന്മാർ ജിന്ന് ശൈത്താന്മാരെക്കാൾ അശറാണ്. ശയാത്വീനൽ ഇൻസി വൽ ജിൻ യൂഹി ബഅ്ളുഹും ഇലാ ബഅ്ളിൻ സുഖ്റുഫൽ ഖൗലി ഖുറൂറാ. ഈ ആയത്തിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ശയാത്വീനൽ ഇൻസി എന്ന് ആദ്യം പറയാനുള്ള കാരണം ജിന്ന് ശൈത്താന്മാരെക്കാൾ കൂടുതൽ കടുപ്പുള്ളത് മനുഷ്യ ശൈത്താന്മാരാണ്. കാരണം മനുഷ്യ ശൈത്താന്മാരെ നമ്മുടെ സുഹൃത്തുക്കളാവാനും നമ്മളോട് അടുത്തിടപഴകാനും ജിന്നുകളെക്കാൾ കൂടുതൽ അവസരം അവർക്കാണ്. അല്ലാഹു തആല രണ്ട് വിഭാഗം ശൈത്താന്മാരെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ശൈത്താന്റെ ശർറിൽ നിന്ന് കാവലിനെ തേടുകയാണ്. മനുഷ്യൻ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവന് അവന്റെ വഴി മുടക്കുക, സിറാത്തുൽ മുസ്തഖീമിൽ വന്നിരിക്കുക. ഇതാണ് ശൈത്താന്റെ പണി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ പുറത്താക്കിയ സമയത്ത് അല്ലാഹുവിനോട് അവൻ പറഞ്ഞതെന്താ? ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. അവരുടെ മുസ്തഖീമായ വഴിയിൽ ഞാൻ ഇരിക്കും. അവർ സഞ്ചരിക്കുന്ന നേരായ വഴിയിൽ, മുസ്തഖീമായ വഴിയിൽ ഞാൻ ഇരിക്കും. അപ്പൊ നേരെ നടക്കുന്ന ഒരാളെ വഴിതെറ്റിക്കുന്ന പണിയാണ് ശൈത്താൻ, അല്ലേ? നേരെ നടക്കുന്ന ഒരാളെ വഴിതെറ്റിക്കുന്ന പണി ശൈത്താൻ എടുക്കും. നല്ല അവസ്ഥയിൽ ജീവിക്കുന്നതിന്റെ ഇടയിലാണ് മനുഷ്യനെ അവൻ പഴപ്പിക്കുക. ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിന് പറയാനുണ്ട്. അത് അവൻ ആരെയും ഒന്ന് സമീപിച്ചു നോക്കും. അവന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ആരെയും, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് 7 തൗറാത്ത് വാങ്ങാൻ പോകുന്ന സമയം മൂസ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വരുന്നത് മലക്കുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവ മലക്കുകൾ ചോദിച്ചു, എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പൊ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ഞാൻ മൂസ നബിയുടെ അടുക്കലേക്കാണ് എന്ന് പറഞ്ഞു. അവ മലക്കുകൾ ചോദിച്ചു, അവിടെ പോയിട്ട് എന്ത് കാര്യമുള്ളത്? മൂസ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയല്ലേ. അപ്പോ മൂസ നബി അലൈഹിസ്സലാമിനോട് വൈഹക് മാ തർജു മിൻഹു അലാ ഹാദിഹിൽ ഹാല, അള്ളാനോട് മുനാജാത്തിനു വേണ്ടി, സംഭാഷണത്തിനു വേണ്ടി ആണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം പോകുന്നത്, അല്ലെ? തുരിശീന പർവ്വതത്തിന്റെ അടുക്കലേക്ക്. അങ്ങോട്ട് പോകുന്ന മൂസ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് പോയിട്ട് നീ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചു മലക്ക്. അപ്പോ അവൻ പറഞ്ഞു, അർജു മിൻഹു മാ റജൗതു മിൻ അബീഹി ആദം വഹുവ ഫിൽ ജന്ന. മൂസ നബിയുടെ പിതാവ് ആദം നബി സ്വർഗത്തിലായിരുന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ ചെയ്തല്ലോ എന്നതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ കളിച്ച കളി വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പ്രതീക്ഷ,
ആ പ്രതീക്ഷ കൊണ്ട് ഞാനൊന്ന് പോയി നോക്കുകയാണ് എന്ന് പറഞ്ഞു. ആരടുത്തേക്ക്? മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അരികിലേക്ക്. അതാണ് ഇബ്ലീസ്. അവൻ ആരെയും വലുപ്പവും ചെറുപ്പവും ഇല്ല. ആരെടുത്തു ഒന്ന് സമീപിച്ചു നോക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, സത്യത്തിൽ ലഅനത്തുല്ലാഹി അലൈഹിയായ ഇബ്ലീസിന് മനുഷ്യന്റെ മേൽ ഒരു നിയന്ത്രണമില്ല. അവൻ ആരെയും മനഃപൂർവ്വം അവൻ ഉദ്ദേശിച്ച വഴിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബുഇസ്തു ദാഇയൻ വമുബല്ലിഗാ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് ദാഇയായിട്ടും മുബല്ലിഗായിട്ടുമാണ്, പ്രബോധകനായിട്ടും ആളുകൾക്ക് അല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാനുമാണ്. വലൈസ ഇലയ്യ മിനൽ ഹിദായത്തി ശൈഇ, ജനങ്ങളെ ഹിദായത്താക്കുന്നതിൽ എനിക്കൊരു റോളുമില്ല. ജനങ്ങളെ ഞാനല്ലേ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, നബിയെ അങ്ങ് ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ അങ്ങേക്ക് കഴിയില്ല. ഹിദായത്തിലാക്കുന്നവൻ അല്ലാഹുവാണ്. മനസ്സിലായോ? അപ്പൊ ഹിദായത്ത് കൊടുക്കുന്ന ആൾ അല്ലാഹുവാണ്, ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്ന ആളാണ് ഞാൻ. അതാണ് ഇന്നി ബുഇസ്തു ദാഇയൻ വമുബല്ലിഗാ, ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ, ദഅവത്ത് ചെയ്യാൻ, അല്ലാഹുവിന്റെ സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുമാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. വലൈസ ഇലയ്യ മിനൽ ഹിദായത്തി ശൈ, ജനങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന വിഷയത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല. വഖുലിഖ ഇബ്ലീസു മുസയ്യിനാ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ സൃഷ്ടിക്കപ്പെട്ടത് മുസയ്യിനായിട്ടാണ്. മുസയ്യിൻ എന്ന് പറഞ്ഞാൽ അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കുന്നവൻ, ഭംഗിയാക്കുന്നവൻ. വസുയ്യിന ലഹുമുശ് ശൈത്വാനു അഅ്മാലഹും എന്ന് പറഞ്ഞു. കാഫിരീങ്ങളായ ആളുകൾ അവർ സഞ്ചരിക്കുന്ന പിഴച്ച വഴി അത് വളരെ മനോഹരമാണ് എന്ന് പിശാച് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് വസയ്യന ലഹുമുശ് ശൈത്വാനു അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് ശൈത്താൻ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുക. മനസ്സിലായോ? ഞാനിപ്പോ ഇതന്നെയാണ് ക്ലിയർ, ഞാൻ തന്നെയാണ് വലിയ മഹാൻ, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, ഇതാണ് സുന്ദരമായ വഴി, അവരൊക്കെ പോയത്തക്കാരാണ്, അവർ വിവേകമില്ലാത്തവരാണ് എന്ന് അവന് തോന്നിപ്പിച്ചു കൊടുക്കുക. അതാണ് വഖുലിഖ ശൈത്വാനു വഖുലിഖ ഇബ്ലീസു മുസയ്യിനാ, ഇബ്ലീസിനെ സൃഷ്ടിക്കപ്പെട്ടത് മുസയ്യിനായിട്ടാണ്, ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നവനായിട്ടാണ്. വലൈസ ഇലൈഹി മിനദ്ദലാലത്തി ശൈഇ, ആളുകളെ പഴപ്പിക്കാൻ അവന് പ്രത്യേകമായി ഒരു അധികാരവുമില്ല. അവൻ ഇഷ്ടപ്പെട്ടതിനനുസരിച്ച് ആൾക്കാരെ പഴപ്പിക്കാനൊന്നും അവനോട് കൊണ്ട് കഴിയില്ല. പിന്നെ അവനിങ്ങനെ ഭംഗിയായി കാണിച്ചു കൊടുക്കും, അതിന് വഴിപ്പെട്ട ആളുകൾ പഴച്ചു പോകും. അത്രേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവരും ഹിദായത്തിലാക്കാൻ കഴിഞ്ഞോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് ചെയ്തു, മുബല്ലിഗായി, ദാഇയായി, ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു. കൊടുക്കാത്തവരുമുണ്ടായി. അതന്നെയാണ് ശൈത്താൻ. പലർക്കും അവൻ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും, അവന്റെ വഴിയിൽ പലരും പഴച്ചു പോവും. ചില ആളുകൾ അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന്റെ അരികിൽ ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്ന സന്ദർഭം ഞാൻ നേരത്തെ പറഞ്ഞു. പഴപ്പിക്കാൻ വേണ്ടി വന്ന സന്ദർഭം. അതാരും അവൻ സമീപിക്കും. ആരെടുത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കിലേക്കും ശൈത്താൻ വന്നു. പക്ഷേ തങ്ങളടുക്കിലേക്ക് വന്ന ശൈത്താൻ മുസ്ലിമാകുക ചെയ്തത്. മനസ്സിലായോ? റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകതയാണ്. തങ്ങളെ സമീപിച്ച ശൈത്താൻ മുസ്ലിമാവുകയാണ് ചെയ്തത്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ അടുക്കൽ വന്നു, പക്ഷേ എന്റെ അരികിൽ വന്ന ശൈത്താൻ മുസ്ലിമാവുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട സംഭവം. യഹ്യാ നബി അലൈഹിസ്സലാം, ഇന്ന ഇബ്ലീസ ലഖിയ യഹ്യ ബിൻ സക്കരിയ, യഹ്യ നബിയെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കണ്ടുമുട്ടി.
ഫഖാല ലഹു യഹ്യ ഇബ്നു സക്കരിയ, യഹ്യ നബി അലൈഹിസ്സലാം ഇബ്ലീസിനോട് ചോദിച്ചു, അഖ്ബിർനി അൻ തബാഇഇ ഇബ്നി ആദമ ഇൻദകും, നിങ്ങളുടെ അടുക്കൽ മനുഷ്യരുടെ അവസ്ഥകളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആരോട്? ഇബ്ലീസിനോട്. യഹ്യാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? യഹ്യാ നബി അലൈഹിസ്സലാം പ്രത്യേക ഒരു മനുഷ്യനാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം വെറും ഇബാദത്തിൽ മാത്രം ജീവിച്ച മനുഷ്യൻ. തോല് കൊണ്ടുള്ള വസ്ത്രം ധരിക്കുക, ഇലകളും കായ്ക്കനികളും ഭക്ഷിക്കുക, മണ്ണിൽ കിടന്നുറങ്ങുക, ഇബാദത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ യഹ്യാ നബി അലൈഹിസ്സലാം. അപ്പൊ യഹ്യാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ആദമിന്റെ മക്കളുടെ, മനുഷ്യരുടെ അവസ്ഥ നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു. എനിക്കൊന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു. ഫഖാല ഇബ്ലീസു, അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അമ്മാ സിൻഫും മിൻഹും, മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകൾ, ഫഹുവ മിസ്ലുക, അവർ നിന്നെ പോലെയാണ്, മഅസൂമൂന, അവർ പാപ സുരക്ഷിതരാണ്, ലാ നഖദിറു മിൻഹും അലാ ശൈഇ, അവരെ ഒന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. മഅസൂമീങ്ങളായ ആളുകൾ, മലായിക്കത്ത് മഅസൂമീങ്ങളാണ്, അമ്പിയാക്കൾ മഅസൂമീങ്ങളാണ് അല്ലേ? അതേപോലെ അപ്പോ നിങ്ങളെപ്പോലെയുള്ള പാപ സുരക്ഷിതരായ ആളുകളുണ്ട്, അവരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ പിന്നെ ഞങ്ങൾ അവരുടെ വഴിക്ക് വിടും. എന്നാലും ശ്രമിച്ചു നോക്കും. മൂസ നബിയെ സമീപിച്ചതുപോലെ പലരെയും സമീപിച്ചിട്ടുണ്ട്. സക്കരിയ നബിയെ സമീപിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ സംഭവമാണ്. അപ്പോ ഇബ്ലീസ് പറയാണ്, വസ്ഫിൻ ഫുസ്താനി, രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്, ഫഹും ഫീ ഐദീനാ കൽ ഖുറതി ഫീ ഐദി ഫീ സുബിയാനിക്കും, നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലുള്ള പന്ത് പോലെയാണ് അവർ ഞങ്ങളുടെ കയ്യിൽ. അങ്ങനെ നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ പന്ത് കൊടുത്താൽ എങ്ങനെയാണോ അതുപോലെയാണ് അവർ ഞങ്ങളുടെ കയ്യിൽ. അതെങ്ങനെ? വഖദ് കഫൗനാ അൻഫുസഹും, അവരെ കൊണ്ട് ഇങ്ങനെ കളിക്കും. അവര് ഞങ്ങൾ എങ്ങോട്ട് ഇട്ടാലും എറിഞ്ഞാലും ആ ദിശയിലേക്ക് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ എന്തൊക്കെ വിചാരിച്ചോ അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അതാണ് ഒരു വിഭാഗം ആളുകൾ. മൂന്നാമത്തെ ഒരു കക്ഷി അതാരാ? ഫഹും അശദ്ദുൽ അസ്നാഫി അലൈനാ, അവര് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഭാഗമാണ്. അവരെന്താ? അവർക്കുള്ള പ്രത്യേകത, ഫനുഖ്ബിലു അലാ അഹദിഹിം ഹത്താ നുദ്രിക മിൻഹു ഹാജതനാ, ഞങ്ങൾ അവരെ സമീപിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ പഴപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഞങ്ങൾ അവരെ പഴപ്പിക്കുകയും ദോഷം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തിരിച്ച വഴിയിലേക്ക് തിരിഞ്ഞവൻ കളി തുടങ്ങിയാൽ പിന്നെ അവൻ ഒരു ബേജാറ് വരും, ഒരു വെപ്രാളം വരും, ഒരു ഭയം വരും. അങ്ങനെ ഇലൽ ഇസ്തിഗ്ഫാരി, എന്നിട്ട് അവൻ പെട്ടെന്ന് ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും. അതാണ് അവര് ഞങ്ങൾ കളിപ്പിക്കുന്നതിനനുസരിച്ച് അവർ കളിക്കും. പക്ഷേ വല്ലതും അവരിൽ നിന്ന് സംഭവിച്ചാൽ ഉടനെ അവർ ഇസ്തിഗ്ഫാറിനെ തേടും, തൗബ ചെയ്യും. ഫയുഫ്സിദു ബിഹി അലൈനാ മാ അദ്റക്നാ മിൻഹു, ഞങ്ങൾ അതുവരെ ചെയ്തത് മുഴുവനും അവൻ ഫസാദാക്കി കളയും. ഞങ്ങൾ അവനൊരു ലെവലിലേക്ക് ഇങ്ങനെ എത്തിച്ചിട്ടുണ്ടാവും. അവൻ പെട്ടെന്ന് തൗബ ചെയ്യും. അതോടുകൂടെ അതുവരെ ഞങ്ങൾ എടുത്ത പണി സമയം മുഴുവൻ നശിച്ചു പോകും, ഫസാദായി പോകും. ഫലാ നഹ്നു നയഅസു മിൻഹു വലാ നഹ്നു നുദ്രികു ഹാജതനാ മിൻഹു, അങ്ങനെ ഞങ്ങൾ ചെയ്ത പണി മുഴുവനും വെള്ളത്തിലാവുകയും അവനിൽ നിന്ന് ഞങ്ങളുടെ ഒരു ആവശ്യവും നടക്കാതിരിക്കുകയും ചെയ്യും. അതാണ് മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന്. അപ്പോ പിശാച് മനുഷ്യന്റെ അടുക്കൽ മുസയ്യിനായി അവർക്ക് അലങ്കാരമാക്കി ദുനിയാവും അതേപോലെ അവരുടെ പ്രവർത്തനങ്ങളും കാണിച്ചു കൊടുക്കും. അങ്ങനെ അവന്റെ വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്ന ആളുകളാണ്. അല്ലാതെ ഒരാളെയും തിരിക്കാൻ അവനെ കൊണ്ട് സാധിക്കില്ല. അതിനവൻ പല കുതന്ത്രങ്ങളും ശ്രമിച്ചു നോക്കും, ഒരുപാട് കുതന്ത്രങ്ങൾ. പിശാച് വരുന്ന 10-15 വഴി മഹാന്മാരായ സൂഫിയാക്കളായ മുൻഗാമികളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഞാനതൊന്നും പറയുന്നില്ല.
മറ്റൊരവസരത്തിൽ നമുക്ക് അതൊക്കെ പറയാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിശാച് മനുഷ്യനെ പിഴപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം, ഒരു മനുഷ്യനെ ഒരു രീതിയിൽ അവനെ സമീപിക്കും. ഇപ്പൊ റമളാനിൽ നോമ്പ് നോറ്റ് നിസ്കരിച്ച് 27-ാം രാവ് പ്രതീക്ഷിച്ച് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് അല്ലെ ഉറക്കൊഴിച്ച് ഹയാത്താക്കി ഇബാദത്ത് ചെയ്ത് ഒരുപാട് ആത്മസംസ്കരണം വരുത്തിയ മനുഷ്യരാണ് ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളും അധിക ആളുകളും. പിന്നെയും ഇവരെന്തുകൊണ്ട് പഴയ അവസ്ഥയിൽ നന്നാവണം എന്ന് ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടോ? ഇനി എന്തായാലും ഈ അവസ്ഥയിൽ തുടരണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ? റമളാനിന് എല്ലാ തിങ്കളും വ്യാഴം നോമ്പ് എടുക്കണം എന്ന് വരെ വിചാരിച്ച ആളുകളുണ്ടാവും ഇല്ലേ? പക്ഷേ റമളാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിയലോടുകൂടെ ആളെ മൈൻഡ് മാറി. പിന്നെ തിങ്കളും ഇല്ല വ്യാഴവും ഇല്ല, ഒക്കെ കണക്കാ. ജുമുഅക്കന്നെ ഓൻ 2-ാം ഖുത്ബക്കാ എത്തുന്നത്. സുബൈന്റെ മുമ്പ് പള്ളിയിലെത്തിയിരുന്ന ആളാ. എന്താ ഓൻ റമളാൻ കഴിഞ്ഞാൽ സുബൈക്ക് പള്ളിയിലെത്താൻ കഴിയാത്തത്? അപ്പൊ അവനെ മാറ്റിയെടുക്കാൻ പിശാച് പല രീതിയിൽ പല വഴിയിൽ മനുഷ്യനെ സമീപിച്ചു നോക്കും. ഒരു വഴിയിൽ വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വഴിയിൽ വരും, അവിടെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വഴിയിൽ. ബനൂ ഇസ്രായേൽക്കാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ നമുക്ക് കാണാൻ സാധിക്കും. ബിർസീസ് എന്നൊക്കെ പേരുണ്ട് അയാൾക്ക്. ബിർസീസ് എന്ന് പറയുന്നുണ്ട്, ബർസീസ് എന്നൊക്കെ ഉണ്ട്. ഏതായാലും അയാൾ വലിയ ആലിമും വലിയ ആബിദുമായിരുന്നു. അയാളെ പിശാച് പിഴപ്പിച്ചു. അവസാനം പിശാച് ഉദ്ദേശിച്ച രീതിയിൽ അയാളെ കൊണ്ട് പിശാച് കളിച്ചു. അന്നഹു കാന ഫീ ബനി ഇസ്രായീല റജുലുൻ മുതഅബ്ബിദുൻ ഫീ സൗമഅത്തിൻ. വളരെ ഇബാദത്ത് ചെയ്ത് വലിയ അധ്വാനിച്ച് ഇബാദത്ത് ചെയ്തിരുന്ന ഒരാൾ, ഒരു കുടിലിലിരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കൂടിയിരുന്ന ഒരു മനുഷ്യൻ. ബിർസീസ് എന്നാണ് അയാളുടെ പേര്. കാന മുസ്തജാബു ദഅവ. അയാള് ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായിരുന്നു. എന്ത് ദുആ ചെയ്താലും ഉടനെ ഇജാബത്ത്. അതാണ് കാന മുസ്തജാബു ദഅവ. അദ്ദേഹം ദുആക്ക് ഇജാബത്തുള്ള ആളായിരുന്നു. വകാന الناس يأتونه بمريضهم. ജനങ്ങൾ അയാളുടെ അരികിലേക്ക് രോഗികളെ കൊണ്ടുവരുമായിരുന്നു. രോഗികളെ കൊണ്ടുവരും. എന്നിട്ടോ فكان يدعو فيبرأ المريض. ഇയാള് ദുആ ചെയ്താൽ രോഗം ശിഫയായി. ഇയാളുടെ അടുക്കിലേക്ക് ഏത് രോഗമാണെങ്കിലും ഇയാളെടുത്ത് വന്ന് ഇയാളൊന്ന് ദ്വാരുന്ന രോഗം മാറി. അത്രയും മുസ്തജാബു ദഅവയായ ദുആക്ക് ഇജാബത്തുള്ള ഒരു മനുഷ്യൻ. ഫദഅ ഇബ്ലീസു ശയാത്വീന ലഅനഹുമുല്ലാഹ്. ഇബ്ലീസ് അവന്റെ ആളുകളൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, മൻ യഫ്തിനു ഹാദാ. ഇയാളെ പഴപ്പിക്കാൻ പറ്റിയ ആരാണുള്ളത്? ഇയാളെ ഫിത്നയാക്കണം, അതിനാരാണ് തയ്യാറാവുകയെന്ന് ചോദിച്ചു. അപ്പോ ഖാല ഇഫ്രീത്തും മിനശ്ശയാത്വീൻ. ശൈത്താന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് തന്റേടിയായ ഒരു ജിന്ന് പറഞ്ഞു, അന അഫ്തിനുഹു. ആ കാര്യം ഞാൻ ഏറ്റവും മൂപ്പരെ ശരിയാക്കുന്ന കാര്യം ഞാൻ ഫിത്നയാക്കാം. ഫഇല്ലം അഫ്തിനുഹു ഫലസ്തു ലക ബിവലി. ഞാൻ അവനെ ഫിത്നയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലൊരു ബന്ധമല്ല, ഒരു സ്ഥാനം എനിക്ക് ഇവിടല്ല എന്ന് പറഞ്ഞു പ്രതിജ്ഞയെടുത്തു. അപ്പോ ഇബ്ലീസ് എങ്കിൽ നീ അതിന് ശ്രമിക്കുക എന്ന് പറഞ്ഞു. ഫന്തലഖ ശൈത്വാനു. അങ്ങനെ ആ മനുഷ്യൻ ബർസീസ് എന്ന് പറയുന്ന ഈ പണ്ഡിതനെ സമീപിച്ചു. ഹത്താ അതാ മൻസില മലികിൻ മിൻ മുലൂകി ബനി ഇസ്രായീൽ. ശൈത്താൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും അങ്ങനെ ശൈത്താൻ എന്തു ചെയ്തു? ആ രാജ്യത്തിലുള്ള ബനൂ ഇസ്രായേൽക്കാരിൽപ്പെട്ട രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. വലഹു ഇബ്നത്തും മിൻ അഹ്സനിൻ നിസാ. സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു അയാൾക്ക്. വഹിയ ജാലിസത്തൻ മഅ അബീഹാ. രാജാവിന്റെ കൂടെ ആ സുന്ദരിയായ മകളിരിക്കുന്നുണ്ട്. വ ഉമ്മിഹാ വ അഖവാതിഹാ. അവളുടെ ഉമ്മയും അവളുടെ സഹോദരിമാരും, അങ്ങനെ ഉപ്പയും രാജാവ് മകളും അവരൊക്കെ ഒരുമിച്ചിരിക്കുകയാണ്. ഫഖബ്ബലഹാ. പിശാച് അവളെ അവളുടെ ദേഹത്ത് കയറാന്നൊക്കെ പറയില്ലേ നമ്മള്. പിശാച് അവളുടെ ദേഹത്ത് കയറി പിശാച് അവളെ ബാധിക്കുകയും
അവളെ കൊണ്ട് അവൾ വല്ലാത്ത അവസ്ഥയിൽ ഭ്രാന്ത് കാണിക്കാനൊക്കെ തുടങ്ങി. ഫഖബ്ബലഹ, അവൾ ഭ്രാന്ത് കാണിച്ച് ഭീകരമായ അവസ്ഥയുണ്ടാക്കിയപ്പോൾ അവരൊക്കെ വല്ലാതെ ബേജാറായിപ്പോയി. ഉമ്മയും ഉപ്പയും പിന്നെ സഹോദരിമാരൊക്കെ വല്ലാതെ ബേജാറായിപ്പോയി, പേടിച്ചുപോയി. ഫസ്വാറത്ത് ബിമൻസിലത്തിൽ മജ്നൂന, അങ്ങനെ ആ പെണ്ണ്, ആ കുട്ടി, ആ സ്ത്രീ ഒരു ഭ്രാന്തിയായി മാറി. വകാനത്ത് അലാ ദാലിക അയ്യാമൻ, അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ സുമ്മ അതാഹും അലാ സൂറത്തി ഇൻസാൻ, പിശാചിന്റെ വഴി നോക്കണം. പിശാച്ച് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ആ കൊട്ടാരത്തിൽ ചെന്നു. ഫഖാല ലഹും, അവരോട് പറഞ്ഞു, ഇൻ അറത്തും അൻ തബ്റഅ ഫുലാനത്തും ഫദ്ഹബൂ ബിഹാ ഇലാ ഫുലാനിർ റാഹിബ് യുഅവ്വിദുഹാ വയദ്ഉ ലഹാ. ഈ കുട്ടിയുടെ അസുഖം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു പുരോഹിതനുണ്ട്, ഒരു സിദ്ധനുണ്ട്, ഒരു പണ്ഡിതനുണ്ട്, ഒരു ആബിദുണ്ട്. നിങ്ങൾ അയാളെ സമീപിക്കുക. അയാൾ ദുആ ചെയ്താൽ നിങ്ങളുടെ മോളുടെ അസുഖം മാറുന്നതാണ്. ഫദഅ ലഹാ ഫബറഅത് മിൻ ഇല്ലതിഹാ. അങ്ങനെ അയാളടുക്കൽ അവർ കൊണ്ടുവരികയും ഫദഹബൂ ബിഹാ ഇലൈഹി ഫദഅ ലഹാ ഫബറഅത് മിൻ ഇല്ലതിഹാ. ആ ബിർസീസിന്റെ അരികിലേക്ക് കൊണ്ടുവരികയും അയാൾ ദുആ ചെയ്യുകയും ആ പെണ്ണിന്റെ സ്ത്രീയുടെ അസുഖം മാറുകയും ചെയ്തു. ഫലമ്മാ റജഉ ബിഹാ ആവദഹാ ദാലിക. അങ്ങനെ അവര് അവിടെ നിന്ന് മടങ്ങിപ്പോയപ്പോൾ ഈ അസുഖം അവൾക്ക് വീണ്ടും വന്നു. അപ്പൊ ശൈത്താൻ അവരെ സമീപിച്ചു. ശൈത്താൻ പറഞ്ഞു, ഇൻ അറത്തും അൻ തബ്റഅ ഫുലാനത്തും ഫജ്അലൂഹാ ഇൻദഹു അയ്യാമാ. നിങ്ങളുടെ മോളുടെ അസുഖം പരിപൂർണമായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ കുറച്ചു ദിവസം താമസിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇയാളടുത്ത് കുറച്ചു ദിവസം താമസിപ്പിക്കൂന്ന്. അങ്ങനെ അയാൾ ആ പുരോഹിതനെ സമീപിക്കുകയും ബർസീസിനെ സമീപിക്കുകയും അയാൾ പറഞ്ഞു, അയാൾ അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു സ്ത്രീയെ നിർത്താനൊന്നും പറ്റില്ല, അത് എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്റെ ഇബാദത്തിനൊക്കെ ബാധിക്കും, അതുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അവരത് അലഹു, അയാളെ അവർ വല്ലാതെ നിർബന്ധിക്കുകയും അവളെ അവരെ അവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. കാരണം ആദ്യം പിശാച്ച് മനുഷ്യരൂപത്തിൽ വന്ന ആ ചികിത്സ കൊണ്ടാണ് മാറിയിട്ടുള്ളത്. അപ്പൊ ഇനി അയാൾ തന്നെ രണ്ടാമത് വന്നിട്ട് അവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ അവർക്കത് വേദവാക്യം എന്നവർക്ക് അവളെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അയാള് പകല് നോമ്പ് നോക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇയാള് നിസ്കാരവും ഇബാദത്തുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി. ശൈത്താൻ എന്ത് ചെയ്തു? ശൈത്താൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, ഈ പെൺകുട്ടിയെ ഒന്നും ചെയ്തതില്ല. കുറച്ചു ദിവസം അങ്ങനെ അവിടെ നിന്നു. അങ്ങനെ ഒരു ദിവസം ഇയാള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കണര് ഈ ആബിദായ മനുഷ്യൻ ബർസീസ്. ആ സമയത്ത് പിശാച്ച് അവളിൽ കയറുകയും പഴയതുപോലെ തന്നെ അവരുടെ ഭ്രാന്തമായ അവസ്ഥ തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഇയാൾ അതുവരെ അവളെ തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ല. ഈ ഇളക്കം കണ്ടപ്പോൾ ഈ പുരോഹിതൻ അവളിലേക്ക് തിരിഞ്ഞു നോക്കി. അതങ്ങനെ ഇവളുടെ ഈ ഇളക്കം കണ്ടിട്ട് ഇയാളിങ്ങനെ നോക്കി നിന്നതാണ്. ആ സമയത്ത് ഇയാള് അവിടെ ഈ സ്ത്രീയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയും ആ സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ വസ്ത്രം നീങ്ങുകയും ചെയ്തു. ഭ്രാന്തമായ അവസ്ഥയല്ലേ? ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങിയപ്പോൾ ഇതുപോലത്തെ ഒരു മുഖം, ഇതുപോലത്തെ ഒരു ശരീരം ഇതും വരെ അയാൾ കണ്ടിട്ടില്ല. അപ്പൊ അയാൾക്ക് വലിയ ആശ്ചര്യമായി. അയാൾ അതിൽ വല്ലാതെ പെട്ടുപോവുകയും ഫലം യസ്ബിർ അലാ ദാലിക, അയാൾക്ക് ക്ഷമ നശിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ ആ സ്ത്രീയെ അയാൾ പ്രാപിക്കുകയും സിന ചെയ്യുകയും ചെയ്തു. ഈ സമയത്ത് ശൈത്താൻ അയാളെ സമീപിച്ചു മനുഷ്യരൂപത്തിൽ. എന്നിട്ട് ശൈത്താൻ പറഞ്ഞു, ഇന്നക ഖദ് അഹ്ബൽതഹ,
നീ അവളെ ഗർഭിണിയാക്കിയിരിക്കുന്നു. വലൈസ യുൻജീക മിമ്മാ സ്വനഅത ബിഹാ മിൻ ഉഖൂബത്തിൽ മലികി, രാജാവിന്റെ ശിക്ഷയിൽ നിന്ന് ഇനി നിനക്ക് തലയൂരാൻ കഴിയില്ല. അതുകൊണ്ട് ഇല്ല അൻ തഖ്തുലഹാ, നീ അവളെ കൊല്ലലല്ലാതെ വേറെ മാർഗമില്ല. ഇയാളെ പറഞ്ഞ് ഭയപ്പെടുത്തി. നീ അവളെ കൊല്ലില്ലാതെ വേറെ മാർഗമില്ല, കാരണം അവൾ ഗർഭിണിയായിട്ടുണ്ട്. അതറിഞ്ഞാൽ രാജാവ് നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വത്തദുഫിനഹ ഇൻദ സൗമഅതിക, നിന്റെ കട്ടിലിന്റെ അല്ലെങ്കിൽ ഇരിപ്പിടത്തിന്റെ താഴെ അവളെ നീ എന്ത് ചെയ്യാ, മറവ് ചെയ്യുകയും ചെയ്യാ, എന്നാൽ ഒരു പിടുത്തവും കിട്ടില്ല എന്ന് പറഞ്ഞു. അവര് നിന്നോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ അവള് മരിച്ചു എന്ന്, അവള് തിരിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാം, എന്നാൽ നിനക്ക് രക്ഷപ്പെടാനും കഴിയുമെന്ന് പറയാം. ഇയാൾ ആ പെണ്ണിനെ കൊന്നു. പിശാചിന്റെ ഉപദേശം അനുസരിച്ച് ഇയാൾ അവളെ മറവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. രാജാവിന്റെ അഹിലുകാര് കുടുംബങ്ങൾ, സ്ത്രീയുടെ കുടുംബങ്ങൾ വന്നു. അവര് വന്നിട്ട് ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞു, ഇവിടുന്ന് അവള് അസുഖമൊക്കെ മാറി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ രാജാവും കൂട്ടരും ഇത് വിശ്വസിച്ച് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോ പിശാച് പഴയ ആ ഇയാളടുത്തിലേക്ക് പറഞ്ഞയച്ച രൂപമുണ്ടല്ലോ, അതേ രൂപത്തിൽ രാജാവിനെ സമീപിച്ചു. എന്നിട്ട് രാജാവിനോട് പിശാച് പറഞ്ഞു, നിങ്ങളുടെ മകൾ അവിടെ നിന്ന് അസുഖം മാറി തിരിച്ചു പോയതല്ല. ഇന്നറാഹിബ ഖദ് വഖഅ അലൈഹാ ഫഅഹ്ബലഹാ ഫലമ്മാ ഖശിയ അൻ യുത്ലഅ അലാ ദാലിക ദബഹഹാ വദഫനഹാ. നിങ്ങളുടെ മകളെ അയാൾ പ്രാപിക്കുകയും ഗർഭിണിയാക്കുകയും കൊല്ലുകയും ചെയ്തു പേടിച്ചിട്ട്. മാത്രമല്ല അയാളുടെ വീട്ടിൽ അവളെ മറവ് ചെയ്തിട്ടുമുണ്ട് എന്ന്. അപ്പോൾ ഫറകിബൽ മലികു ഫിന്നാസ്, രാജാവ് ജനങ്ങളെയും കൂട്ടി വന്നു. എന്നിട്ടോ ഫഹഫറൂഹാ ഫവജദൂഹാ മദ്ബൂഹാ, അയാളുടെ വീട്ടിൽ അവർ കുഴിച്ചു നോക്കി അറുക്കപ്പെട്ട അവസ്ഥയിൽ പെണ്ണിനെ അയാൾ കണ്ടെത്തി. ഫഅഖദുർ റാഹിബ ഫസ്വലബൂഹു, രാജാവിനെ അവർ പിടിക്കുകയും ക്രൂശിക്കുകയും ചെയ്തു, കുരിശിൽ നാട്ടി. തുമ്മ ജാഅ അശ്ശൈത്വാനു വഹുവ മസ്ലൂബ്, ബന്ധനസ്ഥനാക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന പുരോഹിതന്റെ അരികിലേക്ക് പിശാച് ആ സമയത്ത് വന്നു. ഏത് രൂപത്തിൽ? മുമ്പ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്ത ആ രൂപത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അനല്ലദീ ഫഅൽതു ബിക മാ ഫഅൽതു, നിന്നെക്കൊണ്ട് ഈ ചെയ്യിപ്പിച്ചത് മുഴുവൻ ഞാനാണ്. വഅന അൻജീക മിൻ ദാലിക, നിന്നെ വേണമെങ്കിൽ ഇതിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്താം. വഉഖ്ബിറുഹും ബിഅന്നഹു ദബഹഹാ വയറുക, അവരോട് വേണമെങ്കിൽ നീ അല്ല അവളെ അറുത്തത് എന്ന് ഞാൻ പറയാം. വഹും യുസദ്ദിഖൂനനി ബിദാലിക്, കാരണം അവർക്ക് എന്നെ വലിയ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കും, അവരെ ഞാൻ വിശ്വസിപ്പിച്ചോളാം, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഡിമാൻഡ്? ഇൻ അന്ത സജദ്ത ലീ സജ്ദതൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് ഒരുപാട് സുജൂദ് ചെയ്തവനാണു നീ, അതിന്റെ പുറമെ എനിക്ക് നീ ഒരൊറ്റ സുജൂദ് ചെയ്താൽ മതി. എന്റെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്താൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ അയാൾ ചോദിച്ചു, കൈഫ അസ്ജുദു അലാ ഹാദിഹിൽ ഹാല, ബന്ധനസ്ഥനാക്കപ്പെട്ട ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് സുജൂദ് ചെയ്യുക? അയാൾ സുജൂദ് ചെയ്യാൻ റെഡിയാണ്, കാരണം ഇയാൾ അത്രയും വിശ്വാസമാണ്. ഇയാൾ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് അയാൾക്ക് തോന്നി. അപ്പോ അന അർളാ അൻ തൂമിഅ ഇലയ്യ ബിറഅസിക്, അത് ഈ ബേജാറാവൊന്നും വേണ്ട, നിന്റെ തല ഒന്ന് കുരിച്ച് ഒരു സുജൂദ് ചെയ്തത് പോലെ ഒന്ന് ആംഗ്യം കാണിച്ചാൽ മതി, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാൻ. ഫസജദ ലഹു സജ്ദ, അയാള് പിശാചിന്റെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്തു, തല കൊണ്ടൊന്ന് ആംഗ്യം കാണിച്ച് സുജൂദ് ചെയ്തു. അപ്പൊ ശൈത്താൻ പറഞ്ഞു, അന ബരീഉം മിൻക്, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞാനിതാ നിന്നിൽ നിന്നും ഞാൻ ഊരിയിരിക്കുന്നു, ഒഴിവായിരിക്കുന്നു, ഇനി നമ്മൾ തമ്മിലൊരു ബന്ധവുമില്ല.
അത് ശൈത്താന്റെ പണിയാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കമസലി ശൈത്വാനി ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. പിശാച് മനുഷ്യനോട് പറയും, വിശുദ്ധ ഖുർആൻ പറയാണ്, ആളുകളോട് പിശാച് പറയും, കുഫുർ, നീ കാഫിറാക് എന്ന് പറയും, നിഷേധിയാക് എന്ന് പറയും. പിശാചിന് വഴിപ്പെട്ട് മനുഷ്യൻ ഹക്കിൽ നിന്നും വ്യതിചരിച്ചാൽ, അപ്പോൾ ഫലമ്മ കഫറ, അവർ കാഫിറായാൽ ഉടനെ അവൻ പറയും, ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നെ തൊട്ട് ഒഴിവാണ്, ഞാനും നീയും ബന്ധമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ അള്ളാനെ പേടി, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്. അതുകൊണ്ട് നീയുള്ളിടത്ത് അദാബ് ഇറങ്ങാൻ സാധ്യതയുണ്ട്, നീയുള്ളിടത്ത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനും നീയും തമ്മിലൊരു ബന്ധവുമില്ല, ഇനി നീ ആയി, നിന്റെ പാടായി. ഇത് പിശാച് മനുഷ്യനെ പഴപ്പിക്കുന്നത് വരെ കൂടെ നിന്ന് പഴച്ചു എന്ന് ഉറപ്പായാൽ പിശാച് അവനേറ്റ് ബന്ധം വിടും. ബദർ യുദ്ധത്തിൽ അറിയാലോ, ബദർ യുദ്ധത്തിൽ അബൂജഹൽ അടക്കമുള്ള ആളുകളുടെ കൂടെ നിന്ന ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവസാനം യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. പ്രതീക്ഷിച്ചതുപോലെ അല്ല സംഭവിച്ചത്. വലിയ വലിയ കൊലകൊമ്പന്മാരൊക്കെ കൊല്ലപ്പെടാൻ തുടങ്ങിയപ്പോൾ എന്താ ഇബ്ലീസ് പറഞ്ഞത്? ഞാനും നിങ്ങളും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല, നിങ്ങൾ കാണാത്ത പലരെയും ഞാൻ ഇവിടെ കാണുന്നു, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു. അതാരാ? മലക്കുകളുണ്ട്, മലക്കുകൾ അവർ കാണുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ കാണാത്ത പലരും ഇവിടെ ഉണ്ട്, പലരെയും ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ബന്ധമല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇബ്ലീസ് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതവന്റെ പണിയാ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവന്റെ ചതി, പിശാചിന്റെ ചതി, ഖൈദ് വലിയ ഭയാനകമാണ്. പിശാചിന്റെ ചതി മനുഷ്യന് തിരിച്ചറിയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണവൻ. പ്രത്യക്ഷ ശത്രു പിശാച് നമ്മുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ അദുവ, അവൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, അതുകൊണ്ട് അവനെ നിങ്ങളും ശത്രുവായി കാണുക എന്നാ ഖുർആന്റെ കൽപ്പന. മനസ്സിലായോ? അപ്പൊ റമളാൻ കഴിഞ്ഞ് ഇനി നമ്മുടെ ജീവിതം പരമാവധി നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രൂപത്തിൽ പല വഴിയിൽ കൂടെയും, സുഹൃത്തിന്റെ രൂപത്തിൽ, കമ്പനിയിലുള്ള സുഹൃത്ത് അല്ലെ, ഒരു കമ്പനിക്ക് വിളിക്കുക, ഒരു പിന്നെ ടൂറ് അല്ലെങ്കിൽ ഒരു പിന്നെ ഹോളിഡേ ആഘോഷിക്കാൻ വിളിക്കുക, കൊണ്ടുപോവുക. നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി ഇറങ്ങാൻ സമയത്ത് ഇഷ്ടപ്പെട്ട സുഹൃത്തിന്റെ ക്ഷണം, പാർട്ടിക്കുള്ള ക്ഷണം നമുക്ക് നിരസിക്കാൻ കഴിയുന്നില്ല. പല രൂപത്തിലും പിശാച് നമ്മെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് തിരിച്ചറിയുകയും അവന്റെ ചതി തിരിച്ചറിയുകയും അള്ളാഹുവിനോട് അവന്റെ ഷിറിൽ നിന്ന് കാവലിനെ തേടുകയും പരമാവധി പിശാചിന്റെ ഷിറിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുകയും ബുദ്ധിപൂർവം നീങ്ങുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ നമുക്ക് നിർത്താം. ഇൻഷാ അള്ളാഹ് പറഞ്ഞതുപോലെ അടുത്ത ആഴ്ച നമ്മുടെ ക്ലാസ് മയ്യത്ത് പരിപാലനം, ജനാസ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ്. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പിന്നെ അടുത്തുള്ള ആളുകളെ, നിങ്ങളുടെ പരിചയത്തിലുള്ള സഹോദരിമാരെയൊക്കെ ഇവരറിയിക്കുക. പിന്നെ ഈ 10ഉം 15ഉം 20 വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ മരിച്ചാൽ നമ്മളെ കൂടെ നമ്മളെ കുട്ടികളുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരുണ്ടാവുക. അപ്പോ അവരെയൊക്കെ ക്ലാസ്സിന് പങ്കെടുപ്പിക്കാനും, അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരെയൊക്കെ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാനും അടുത്തുള്ള പിന്നെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിവരമറിയിച്ച് ഇതാണ് വിഷയം, അതുകൊണ്ട് ആ വിഷയം നമ്മൾ പഠിക്കൽ ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി നമ്മുടെ മജ്ലിസിലേക്ക് കൊണ്ടുവരണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. 9 മണി മുതലാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുക. 9 മണിക്കാണ് തുടങ്ങുക. ഇന്നിപ്പോ കുറെ ലേറ്റ് ആയിട്ടൊക്കെ പലരും വന്നിട്ടുണ്ട്. അപ്പൊ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. പിന്നെ ജോലിയും മറ്റൊക്കെ ഉള്ള ആളുകളെ നമുക്കൊന്നും ചെയ്യാമൊന്നും പറയാൻ നിർവാഹമില്ലല്ലോ. അല്ലാത്ത ആളുകളൊക്കെ പരമാവധി 9 മണിക്ക് തന്നെ നമ്മുടെ ക്ലാസ് ആരംഭിക്കണം. 10:30 മുമ്പായിട്ട് പിരിയണം. ഓവറായി സമയം ഒരുപാട് വൈകിക്കാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് 9 മണിക്കെങ്കിലും എത്തിപ്പെടാൻ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമും ഈമാനും തഖ്വയും നമുക്കും അഹ്ലുകാർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ